ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിഗ് ബിൽഡേഴ്സ് ടെക്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ആക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അർഡിനോ മൈക്രോ പ്രൊസസ്സർ ആണോ മൈക്രോ കൺട്രോളർ ആണോ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കും. ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത്. ഇതിന് ശേഷം സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അർഡിനോടെ നമ്മളൊരു സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറേ കോമ്പണൻസ് കാണാൻ പറ്റും, ഇല്ലേ? ഐസീസും റെസിസ്റ്ററും പിന്നെ റെഗുലേറ്റർ ഐസീസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോ ഐസീസും കോമ്പണൻസും ഒക്കെ അതിനകത്ത് എന്താണ് ഫങ്ഷൻസ് ചെയ്യുന്നത് അത് നമ്മൾ ഡിസ്കസ് ആക്കും. കാരണം എല്ലാവർക്കും അർഡിനോ യൂസ് ചെയ്യാൻ അറിയാം, പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കുറച്ചൊക്കെ അറിയാം, പക്ഷേ അതിനകത്തുള്ള കുറേ കോമ്പണൻസിനെ പറ്റി പല ആൾക്കാർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയായിരിക്കും നമ്മൾ ഇനി ഈ ഒരു വീഡിയോ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം ടൈം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അർഡിനോ ഒരു മൈക്രോ പ്രൊസസ്സർ ആണോ മൈക്രോ കൺട്രോളർ ആണോ കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് രണ്ടിൻ്റെയും ഡെഫിനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യം മൈക്രോ പ്രൊസസ്സറിനെ പറ്റി ഡിസ്കസ് ആക്കാം. സോ മൈക്രോ പ്രൊസസ്സർ എന്താണെന്ന കാര്യത്തിൽ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം. അതായത് ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. CPU നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബേസിക്കലി ഇവിടെ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഡാറ്റാസ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്, ഇല്ലേ? പണ്ടൊക്കെ ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ആക്കിയതിനായിരുന്നു, കാൽക്കുലേഷൻ പർപ്പസിനായിരുന്നു. സോ നേരത്തെ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ഫോം തന്നെ കമ്പ്യൂട്ടേഷൻ ഡിവൈസ് ആയിരുന്നു, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആയിരുന്നു. അതുകൊണ്ട് കമ്പ്യൂട്ടറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടേഷൻ മാത്രമല്ല വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എഡിറ്റിങ്, സിമുലേഷന്, പ്രോഗ്രാമിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. സോ ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഡാറ്റാസ് എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകൾ, അപ്പോൾ കോംപ്ലക്സ് കാൽക്കുലേഷൻസ്, കോംപ്ലക്സ് സിമുലേഷൻസ്, ഇല്ലേ? അപ്പോൾ അതായത് പിന്നെ മൾട്ടിപ്പിൾ ടാസ്കുകളൊക്കെ ചെയ്യാനും വേണ്ടി, അതായത് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പാട്ട് കേൾക്കാം, ഗെയിം കളിച്ചുകൊണ്ട് അത് സ്ട്രീം ചെയ്യാം യൂട്യൂബിലൊക്കെ. പിന്നെ ഇങ്ങനത്തെ മൾട്ടി ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോ പ്രൊസസ്സറുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ മൈക്രോ പ്രൊസസ്സർ നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് വേണം. അതായത് റാം, റോം, പിന്നെ നമുക്ക് അത് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ വേണം, അല്ലേ? അതായത് കീബോർഡും മൗസും പിന്നെ സ്പീക്കേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പോർട്സുകൾ വേണം. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോ പ്രൊസസ്സർ നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ കൺസംഷൻ ഭയങ്കര ഹൈ ആണ്. കാരണം ഇത്രയും ഡിവൈസുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈ പവറാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോർമൽ ലാപ്ടോപ്പും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പവർ കൺസംഷൻ വ്യത്യാസമുണ്ട്. റാമിന് സൈസൊക്കെ കൂടുമ്പോൾ പവർ കൺസംഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നല്ലപോലെ പവർ അത് വലിക്കാറുണ്ട്. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ ഇത്രേ ഉള്ളൂ. ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടി മറ്റുമാണ് നമ്മൾ മൈക്രോ പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇൻ്റൽ, റൈസൻ, AMD, ഓക്കെ, പ്രോസസ്സറുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. സോ അപ്പം മൈക്രോ പ്രോസസ്സർ എന്താ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് മെയിൻ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, ഡാറ്റ പ്രോസസ്സ് ചെയ്യാനാണ്, ഹൈ പവർ കൺസംഷൻ ആണ് ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് വേണം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നിൽക്കേണ്ട പോയിന്റ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ മൈക്രോ കൺട്രോളറായിട്ട് മൈക്രോ പ്രൊസസ്സറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ മൈക്രോ കൺട്രോളറിനെ പറ്റി ഡിസ്കസ് ആക്കാം. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫുൾ കമ്പ്യൂട്ടർ ഒരു സിംഗിൾ IC-ക്കകത്തായിരിക്കും. അതായത് നമ്മളൊരു പ്രൊസസ്സർ വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ വേണമെന്ന് പറഞ്ഞു, റാം, റോം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു മൈക്രോ കൺട്രോളറിനകത്ത് ഇതെല്ലാം ഓൾറെഡി ഇൻബിൽട്ട് ആയിരിക്കും. ഓക്കെ, ഒരു മിനി കമ്പ്യൂട്ടർ പോലാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി ടാസ്കിങ്ങിനാണെങ്കിൽ മൈക്രോ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, വാഷിംഗ് മെഷീൻ നമ്മൾ കറങ്ങുമ്പോൾ ഡ്രം കറങ്ങാറുണ്ട്. ആ ഡ്രമ്മിനകത്ത് എന്ത് കാണും? ഒരു സ്പീഡ് കൺട്രോളർ കാണും. വെള്ളം വീഴാറുണ്ട്, അപ്പോൾ വാട്ടർ കൺട്രോളർ കാണും, അല്ലേ? അതുപോലെ നമ്മൾ റിമോട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോ, ഇപ്പോൾ റിമോട്ട് കൺട്രോൾഡ് കാറോ, അതിനകത്തൊക്കെ എന്താ ഒരു കൺട്രോളേഴ്സ് കാണും. അതിൻ്റെ പർട്ടിക്കുലർ ഡയറക്ഷനും സ്പീഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. മറ്റേ ടൈം അത് ഒരു ടാസ്ക് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പവർ കൺസംഷൻ മൈക്രോ പ്രൊസസ്സറിനെ കാട്ടി വളരെ കുറവാണ്. ഓക്കെ, അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. മൈക്രോ കൺട്രോളർ ആണോ മൈക്രോ പ്രൊസസ്സർ ആണോ അർഡിനോയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാം. സോ അർഡിനോ എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളറാണ്. അത് കാരണം അർഡിനോ യൂസ് ചെയ്യുന്നത് അറ്റ്മേഗ 328P എന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളർ IC ആണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് മെമ്മറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പല പല ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മൾട്ടി പർപ്പസിന് ഉദ്ദേശിക്കുന്ന മൾട്ടിപ്പിൾ ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കിത്
യൂസ് ചെയ്യാൻ പറ്റും. ഒരു മിനി കമ്പ്യൂട്ടർ പോലെയാണ് ഇതിനകത്ത് മൈക്രോ കൺട്രോളർ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈക്രോ കൺട്രോളറാണ് ശരിക്കും പറഞ്ഞാൽ അർഡിനോ. കാരണം അർഡിനോ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് അറ്റ്മേഗ 328P എന്ന് പറഞ്ഞ ഒരു IC ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ബേസിക്കലി അർഡിനോയുടെ മൈക്രോ കൺട്രോളർ ആണോ മൈക്രോ പ്രോസസ്സർ ആണോ എന്ന കാര്യത്തിൽ ഡിസ്കഷൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അർഡിനോയുടെ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ആക്കാം. ഓക്കെ, നമ്മുടെ അർഡിനോയുടെ ബോർഡിന്റെ ഓരോ കോമ്പണൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഇതിന്റെ ഓരോ കോമ്പണന്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ആക്കാം. ഓക്കെ, സോ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് DC ജാക്കിനെ പറ്റിയാണ്. ഇതാണ് എന്നിട്ട് DC ജാക്ക്. ഓക്കെ, ഈ DC ജാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് DC സപ്ലൈ അർഡിനോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ 6 to മാക്സിമം 15 വോൾട്ട് വരെ ഒരു വോൾട്ടേജ് നമ്മൾ സേഫ് ആയിട്ട് കൊടുക്കാൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് വോൾട്ടേജ് 6 വോൾട്ട് ടു 15 വോൾട്ട് കൊടുത്താലും ഇതിനകത്തുള്ള ഈ റെഗുലേറ്റർ IC ഈ റെഗുലേറ്റർ IC അതിനെ 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം നമ്മുടെ അർഡിനോ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. ഓക്കെ, അർഡിനോ സപ്ലൈ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അതുകൊണ്ട് നമ്മൾ DC ജാക്ക് വഴി എത്ര വോൾട്ടേജ് കൊടുത്താലും അതിനെ 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് റെഗുലേറ്റർ IC നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ DC ജാക്ക് വഴി നമ്മൾ എന്ത് സപ്ലൈ കൊടുത്താലും ഇത് 5 വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ മറ്റ് പോർട്ടുകളിലൊക്കെ ഇവിടെ എല്ലാം ഈ ഒരു പോർട്ടുകൾ ഈ കാണുന്ന 13 ഡിജിറ്റൽ പിന്നും അൺലോക്ക് പിന്നും ഇവിടെ ഒക്കെ നമുക്ക് കിട്ടുന്ന എന്ത് വോൾട്ട് ആയിരിക്കും, 5 വോൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം റെഗുലേറ്റർ വഴി 5 വോൾട്ട് ആയിരിക്കും ഇവിടെ സപ്ലൈ ആവുന്നത് സേഫർ ഫംഗ്ഷന് വേണ്ടി. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 3.3 വോൾട്ടേജിന്റെ ഒരു പിന്നും കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു പിന്നകത്ത് 3.3 വോൾട്ടേജ് ആണ് കിട്ടുന്നത്. കാരണം ചില ICസും ചില സെൻസേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ടേജിലാണ്. അതുകൊണ്ട് നമ്മൾ 3.3 വോൾട്ടേജ് റെഗുലേറ്ററിലോട്ട് ഈ 5 വോൾട്ടിന്റെ IC നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ 5 വോൾട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഈ റെഗുലേറ്റർ IC വഴി 3.3 വോൾട്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം രണ്ട് റെഗുലേറ്റർ IC നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ഒന്ന് 5 വോൾട്ട് കൺവേർട്ട് ചെയ്യാനും 3.3 വോൾട്ടിനെ കൺവേർട്ട് ചെയ്യാനും. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞാല് മെയിൻ ആയിട്ട് IC ആണ്. നേരത്തെ പറഞ്ഞ അറ്റ്മേഗ എന്ന് പറഞ്ഞ IC ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ്മേഗ എന്ന് പറഞ്ഞ IC നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ. ഓക്കെ, അപ്പൊ ഈ മൈക്രോ കൺട്രോളർ വെച്ചിട്ടായിരിക്കും നമ്മുടെ അർഡിനോ മൊത്തത്തിൽ കൺട്രോളർ ആവുന്നത്. ഈ ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ടായിരിക്കും നമ്മുടെ അർഡിനോ മൊത്തം കൺട്രോൾ ആവുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ടാസ്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് പോസിബിൾ ആക്കുന്നത് ഈ ഒരു മൈക്രോ കൺട്രോളർ ആണ്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് കോമ്പണൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഈ ഒരു പർട്ടിക്കുലർ പോർട്ട്, ഇത് ഡാറ്റ പോർട്ട് എന്ന് വിളിക്കും ഇതിനെ. ഓക്കെ, ഇതൊരു ഡാറ്റ പോർട്ടാണ്. ഇതുവഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കമ്പ്യൂട്ടർ വഴി നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് കേബിൾ കണക്ട് ചെയ്തിട്ട് ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഡാറ്റ മാത്രമല്ല സെൻഡ് ആവുന്നത്, പവറും പോവാറുണ്ട് ഇതിൽ കൂടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് പവർ ബാങ്ക് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. പവർ മാത്രമായിട്ടും കൊടുക്കാം. ലാപ്ടോപ്പ് വഴി കൊടുക്കുവാണെങ്കിൽ ഡാറ്റയും സെൻഡ് ചെയ്യാൻ പറ്റും, പവർ ഉൾപ്പെടെ. ഓക്കെ, പവറും ഡാറ്റ ഒരുമിച്ച് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു പർട്ടിക്കുലർ പോർട്ട്. ഇവിടെ നമുക്ക് പവർ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഈ രണ്ട് പോർട്ടുകളും ഇവിടെ വർക്ക് ചെയ്യുന്നത്, DC ജാക്കും പിന്നെ ഡാറ്റ പോർട്ടും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ടെന്ന് പറഞ്ഞാൽ TX RX LEDs ആണ്. ഇത് രണ്ട് LEDs ആണ്, SMD LEDs ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡാറ്റ ഇന്നോട്ട് കയറുമ്പോഴും ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് RX TX എന്ന് പറഞ്ഞ ഒരു LED നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഇതൊരു കൺട്രോളർ ആണല്ലോ, അതുപോലെ രണ്ട് കൺട്രോളർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡറി കൺട്രോളറാണ്. ഇത് എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു മൈക്രോ കൺട്രോളറിനകത്ത് ഡയറക്റ്റ് കോഡ് കയറ്റാൻ പറ്റത്തില്ല. അപ്പോ ഈ ഒരു മൈക്രോ കൺട്രോളറിനകത്ത് കോഡ് കയറ്റണമെങ്കിൽ വേറൊരു കൺട്രോളറിന്റെ ആവശ്യമുണ്ട്. ഇതാണ് പ്രോഗ്രാമിംഗ് കൺട്രോളർ. ഓക്കെ, ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പ്രോഗ്രാം കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അറ്റ്മേഗ 16U2 എന്ന് പറഞ്ഞ ഒരു മൈക്രോ കൺട്രോളറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ IC വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അർഡിനോക്കകത്ത് പ്രോഗ്രാം കയറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയാണ് ഇതിനകത്തോട്ട് പ്രോഗ്രാം കയറ്റുന്നത്. അപ്പൊ ഈ ഒരു IC ഇല്ലെങ്കിൽ ഈ ഒരു ICക്കകത്ത് പ്രോഗ്രാം കയറത്തില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൈക്രോ കൺട്രോളറാണ് അർഡിനോക്കകത്ത് നമ്മൾ
യൂസ് ചെയ്യുന്നത്, ഒന്ന് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും. ഈ ഒരു പർട്ടിക്കുലർ ഐ സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു അർഡിനോ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വരും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ റീസെറ്റ് പിൻ ആണ്. ഓക്കെ, റീസെറ്റ് പിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ റീസെറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു പിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രാം രണ്ടാമത് ഫ്രം ദ ബിഗിനിങ് തുടങ്ങും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ റീസെറ്റ് പിന്നുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങൾക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റീസെറ്റ് പിന്നുകൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇന്നത്തുള്ളത് ഒരു പവർ LED ആണ്. ഇന്നത്തെ പവർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഒരു LED നോക്കിയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പവർ LED. ആൻഡ് ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ നമുക്ക് വേറെ അഡീഷണൽ കുറെ പിന്നുകളുണ്ട്. ഈ പിന്നുകളൊക്കെ ഈ കുറെ 6 പിൻ, ഇവിടുത്തെ 3-4 പിന്നുകൾ വെച്ച് കണക്ട് ചെയ്തേക്കാണ്. അത് ഒന്ന് ഗ്രൗണ്ട്, മോസി, VCC, മിസോ, SCK, റീസെറ്റ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ അർഡിനോ സപ്പോസ് ഈ ഒരു IC ഇല്ലാന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ICന് നമുക്ക് ഈ 6 പിന്ന് വെച്ചിട്ട് വേറൊരു അർഡിനോ വെച്ച് അല്ലെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ വെച്ച് നമുക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഒരു പിന്നുകൾ യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് അതിന്റെ ആവശ്യം വരാറില്ല, നോർമൽ പർപ്പസിനൊക്കെ. പക്ഷെ അങ്ങനത്തെ വേറെ കുറച്ച് സ്പെസിഫിക് യൂസിന് വേണ്ടിയാണ് ആ പിന്നുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 16 മെഗാഹെർട്സിന്റെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അപ്പൊ ബേസിക്കലി ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു പ്രോഗ്രാമിനകത്ത് പറയുക ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ബസർ അടിക്കണം, അല്ലെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആക്കണമെന്നൊക്കെ. പക്ഷെ ഈ മൈക്രോ കൺട്രോളർ 2 സെക്കൻഡ് എന്താണെന്ന് അറിയത്തില്ല, 5 സെക്കൻഡ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഈ 2 സെക്കൻഡും 5 സെക്കൻഡും എന്താണെന്ന് കൺവേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു ക്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോ കൺട്രോളർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ടൈം എന്താണെന്നൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. 16 മെഗാഹെർട്സ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ മൈക്രോ കൺട്രോളറിന് അത് ക്രിസ്റ്റലിന്റെ ഒരു വാല്യൂസ് വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഈ 16 മെഗാഹെർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫ്രീക്വൻസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത്രയും ഡാറ്റാസ് അതിനെ ഒറ്റ ടൈമിൽ പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ക്രിസ്റ്റലിന്റെ വാല്യൂസ് കൂടുന്തോറും കുറേയും കൂടെ ഡാറ്റാസ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റർ ആവും. ഇപ്പൊ ESP32 പോലത്തെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ STM32ന്റെ കൺട്രോളേഴ്സ് ഒക്കെ കുറച്ചും കൂടെ ഹയർ യൂസ് ചെയ്യാറുണ്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ. 64 മെഗാഹെർട്സും അങ്ങനത്തെ 128 എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കുറച്ചുകൂടെ ഹയർ പ്രോസസ്സിംഗ് കപ്പാസിറ്റി അതിന് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഡാറ്റാസ് കുറച്ചും കൂടെ പെട്ടെന്ന് അത് പ്രോസസ് ചെയ്ത് തരും. അറ്റ് എ ടൈം കുറെ കൂടെ ഡാറ്റ അവർക്ക് പ്രോസസ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ വാല്യൂ കൂടുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അർഡിനോയെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓൾസോ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.